ചേട്ടൻ ഇതുവഴി എവിടെ പോകുന്നു? കുറെ ചുടുകല്ലിന് ഏർപ്പാട് ചെയ്യണം. വേറെ 1-2 പേരെ കാണാനുമുണ്ട്. തിരിച്ചു വരുന്ന വഴി വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. ഓ നൊണ, എന്നെ കണ്ടതുകൊണ്ട് പറയുക വീട്ടിൽ വരുമെന്ന്. സരസു അമ്മയെ കണ്ടിട്ടേ വരാമെന്ന് ഓർഡർ ഇട്ടിരിക്കുകയാണ്. ഡിസ്പെൻസറിയിലേക്കല്ലേ, കയറൂ. പുരുഷ വാ വാ, അങ്ങനെ അങ്ങ് പോയാലോ? എന്തെല്ലാം അവന്റെ വിശേഷങ്ങള്? പുതിയ ന്യൂസ് വല്ലതും ഉണ്ടോ? കാണും. എന്നാ പറ. വേണ്ട വേണ്ട, കാശ് കൊടുത്തേ പത്രം വാങ്ങിക്കണം. ഓസിന് ന്യൂസ് അറിയാൻ സാധിക്കുകയില്ല. നീ ഒരുപാട് ഈ പക്ക ടാക്സിക്കാരോട് സംസാരിക്കുന്നുണ്ട്, എന്നിട്ട് സംസാരിക്കരുത്. ഇത് തിക്കിനാവിടുത്തെ പത്മനാഭക്കുറിപ്പാണ്. നിനക്കറിയാമോ, പഴയ മലയാളം ഖരമൃദു ഘോഷാക്ഷരങ്ങൾ നല്ലപോലെ സംസാരിക്കും. നീ കേട്ടിട്ടുണ്ടോ? എഴുത്തക്ഷരം തിരുത്തിയവനാണ് ഞാൻ. ആശാൻ ആള് ഭയങ്കരനാണെന്ന് എനിക്കറിയാം. നിനക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് നീ അത് മനസ്സിലാക്കി. ഇതൊരു വല്ലാത്ത ചുമയാണല്ലോ. നീ ആ ഡിസ്പെൻസറി പോയി 2 ദിവസം മരുന്ന് മാറ്റി കഴിക്കുക. ഇതൊന്നും വച്ചോണ്ടിരുന്നൂടാ. ഇപ്പോഴത്തെ കാലത്ത് ഒന്നും വിശ്വസിച്ചൂടാ. ടാക്സി എന്റെ പുരുഷോത്തമ, നീ പൊക്കളെ കൈയൊന്ന് തള്ളി തരണം കേട്ടോടെ. കേരള സാർ. പോട്ടെ പോട്ടെ. മറ്റൊന്നും തോന്നല്ലേ, ഒന്നിറങ്ങി തള്ളി തരണേ. രാവിലെ തൊട്ട് ബാറ്ററി വീക്കാ. ഒരു കൈ വെച്ചാൽ ഒന്നിറങ്ങിയ ഇറങ്ങി. കിടന്ന് വേരിറങ്ങി. വണ്ടി ഓടണ്ടേ? ആശുപത്രി മരുന്ന് കുടിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ജോലി കൊള്ളാം. പള്ളിക്ക് പോട്ടെ ആട്ടെ പോട്ടെ. ഉരുണ്ട് കിട്ടി. അങ്ങ് പോട്ടെ. അത് കൊള്ളാം. പോട്ടെ പോട്ടെ. സാറേ, ആ തോട്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിഞ്ഞ് കോരിക്കണം. എവിടെ മിസ്റ്റർ വെള്ളം? ഞാൻ വെള്ളം കോരാനല്ല തന്റെ ടാക്സി പിടിച്ചത്. കണ്ടോ തന്റെ ടാക്സിയിൽ കയറി? ഇത് മെഷീനാ. നമ്മൾ ആരോടും ഗൗരവപ്പെട്ട കാര്യമില്ല. ബ്രിട്ടീഷുകാരന്റെ സാധനം. ഇതിൽ ഭേദം തനിക്കെന്നെ കൊന്നുകൂടായിരുന്നോ? ഒരു അടിയന്തരത്തിന് പോകാൻ ഇറങ്ങിയതാ. മുഹൂർത്തം മുടക്കാൻ കേരളം മിസ്റ്റർ. വേണ്ട, നിങ്ങൾക്ക് എന്തായി എന്ന് പറയണോ? പോണ്ടേ? ഒരു 350 ഞെടുക്കണം. എന്തിന്? എന്തിനൊന്നു? പെട്രോളിന് ഇപ്പോഴത്തെ വില അറിയാമോ? അതിനിപ്പോൾ പെട്രോൾ ചിലവായില്ലല്ലോ, തള്ളിയല്ലേ കൊണ്ടുവന്നത്. നിങ്ങൾ രാഹുകാരത്തിന് ഇറങ്ങി തിരിച്ച് ഞാനാണോ കുറ്റക്കാരൻ? മിസ്റ്റർ, നമ്മുടെ പൂർവികന്മാർ ശുഭാശുഭങ്ങൾ കുറിച്ചിട്ടുള്ളത് പുച്ഛിച്ച് തള്ളാനുള്ളതല്ല. പുച്ഛം ഒന്നിനും കൊള്ളില്ല. ജിയുടെ കവിത പുച്ഛിച്ച് തള്ളിയവരുടെ മുമ്പ് കൂടെ അല്ലേ 1 ലക്ഷം രൂപയുടെ കാലി ചെന്നുള്ളത്. 350 എടുക്കണം. എല്ലാത്തിനും ഒരു പുച്ഛ. മീറ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മീറ്ററോ? ഇതിലോ? കാണാതെ ഒന്നും വിശ്വസിക്കില്ല. ദൈവത്തെ നേരിട്ട് കണ്ടിട്ടാ വിശ്വസിക്കുന്നത്. കാണാം. ആർക്കാ നഷ്ടം? എന്റെ പല്ലിനാ. എടാ പെമ്മളെ കൊണ്ടാണ് കാലത്തും വൈകിട്ട് നിനക്ക് മോശം കിട്ടുമോടാ. ചിലവാ അടിച്ചിന്റെ പല്ല് കഴിച്ചണേ. ഓടി വരണേ, ഓടി വരണേ.
ഒരു സിംഗിൾ ചായ കുടിക്കാതെ അളിയനെ ഞാൻ പറഞ്ഞു. ആളുകൾ വരുന്നു. എവിടെ ആളുകൾ? കാര്യം എന്താ? തന്റെ പുറകെ നിൽക്കുന്ന റാസ്കലിനെ വിട്ടായിരുന്നു. പെമ്പിള്ളേർക്ക് പ്രേമലേഖനം കൊടുപ്പാണ് ഇവര് തൊഴിൽ. വെറുതെ സമാധാനപ്പെട് ചോദിക്കട്ടെ. ആൺകുട്ടികൾ പെൺകുട്ടികൾക്കല്ലാതെ പിന്നെ ആർക്കാണ് പ്രേമലേഖനം കൊടുക്കുന്നത്? ആൺകുട്ടികൾക്കോ? അപ്പൊ വകുപ്പ് മാറും. നിങ്ങൾ എവിടത്തുകാരടെ? അങ്ങനെ എഴുത്ത് കൊടുക്കുവോ? പ്രേമം തോന്നിയാൽ എഴുത്തു കൊടുപ്പാണ് മാന്യമായ രീതി. അതല്ല അറ്റാക്ക് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ റെഡി. ഇതെന്റെ ബ്രദറിനെയാണ്. തല്ലാനുള്ളവരുണ്ടെങ്കിൽ തല്ലാൻ. എന്തിനു നോക്കി വെക്കുന്നു? തല്ലാൻ. മനുഷ്യ സ്ത്രീ പ്രസവിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ തല്ലാൻ. കാണട്ടെ, തല്ലി കാണട്ടെ. നമുക്ക് പോവാം. പോയോ? അളിയ, ഇതാണ് മാസ് സൈക്കോളജി. ഇത് ഞാൻ സിലോണിൽ വെച്ച് പഠിച്ചതാ. നാളെ പോ. ഉറങ്ങില്ലേ നീ? അച്ഛനെ കാണാൻ ഉറങ്ങുന്ന മോളാ. അതിന് വേറെ ആള് നോക്കണം. വീട്ടിൽ പോയാ? ഇല്ല, സമയം കിട്ടിയില്ല. അല്ലെങ്കിലും എനിക്കറിയാം എന്റെ ആളുകൾ അന്വേഷിക്കാൻ സമയം കിട്ടൂല. ഭാര്യയാണെന്ന് പറയുന്നവളും മനുഷ്യ സ്ത്രീയാണെന്ന് ഓർക്കണം. ഒരു അമ്മ പറ്റി വളർത്തിയതാ. ആ റോഡ് വഴി പോയിട്ട് ഒന്നും അവിടെ കയറിക്കൂടെ? ഒന്നും കൊടുക്കണ്ട. കൊണ്ടോ മരിച്ചോ നോക്കൂടെ? പാവപ്പെട്ടവരല്ലേ, കയറിയാൽ മാനക്ഷയം വരുന്നെങ്കിലും. വല്ലാത്ത ക്ഷീണം, ഉറക്കം വരുന്നു. പോയി കിടന്നുറങ്ങണം. നീ വരുന്നില്ലേ? ഇല്ല. അതെന്താ? കിടക്കാൻ മാത്രം കൂട്ടുപിടിക്കുന്നവരോട് എനിക്കിഷ്ടമല്ല. എടി മരം പണ്ടൂസേ, ഞാൻ പിന്നെ അവിടെ കയറാതെ വരും. വഴിക്ക് വെച്ച് രാധയെ കണ്ടു. അനിയത്തെ കാറിൽ കയറ്റി ഞാൻ ഡിസ്പെൻസറിയിൽ കൊണ്ടാക്കി. വൈകിട്ട് പോയി നിന്റെ അമ്മയെയും കണ്ടു. നേരാണോ? അപ്പൊ എന്തുകൊണ്ട് എന്റെ നേരത്തെ പറഞ്ഞില്ല? ഞാനൊരു കള്ള രസത്തിന് പറഞ്ഞതല്ലേ. സൗഖ്യം. ടാറ്റ. എന്താ പേര്? പുരുഷോത്തമൻ MPV. എന്താണ് MPV? മൂലയിൽ പുത്തൻ വീട്. ഓഹോ, പുരുഷനോ? എന്താ പുരുഷനോ? ഭയങ്കര ചുമയും നെഞ്ചുവേദന. എന്നാലേ ഈ സൈക്കിൾ സവാരി ഒന്ന് കുറയും. മൂലയിൽ പുത്തൻ വീടിന് എന്താണ് അസുഖം? അസുഖം വെളിയിൽ പറയാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് ഡോക്ടറുടെയും ചോദിച്ചപ്പോ ഞാൻ വെറും ചുമയാണെന്നൊക്കെ പറഞ്ഞു. അത് കൊള്ളാം. സുഖമാണോ? എന്തോന്ന് സുഖം? ആലോചന വല്ലതും ഉണ്ടോ? അതേ ഉള്ളൂ. അമ്മ മരിച്ചപ്പോ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. പാവം, കഷ്ടമായി പോയി. പിന്നെ എനിക്കൊരാശ. എല്ലാവർക്കും ഉണ്ട് ആശ. നേരെ പറഞ്ഞു. എന്റെ ആശ നിറവേറിയ ഞാൻ ഗുരുവായൂരൊരു നേർച്ച നടത്തും.